ഗൈസ് നമുക്ക് പിഷാരിക്കൽ അമ്പലത്തിൽ പോയിട്ട് കഞ്ഞി കുടിക്കാം. നമ്മുടെ എന്റെ അമ്മ വീടായ കടലാശ്ശേരിയിലാണ് കേട്ടോ പിഷാരിക്കൽ ഭഗവതിയുടെ അമ്പലം. ചെന്നപ്പോ തന്നെ അമ്മമ്മയുടെ കൂട്ടുകാരൊക്കെ കണ്ടു. ഇവിടത്തെ പ്രധാന മൂർത്തി ദുർഗാ ഭഗവതിയാണ്. ഇന്ന് ഇവിടത്തെ അടമ്പെടുക്കാൻ പോണത് ശിവകുമാർ കേട്ടോ. അതുകൊണ്ട് ഇത്തിരി നേരത്തെ ഞങ്ങൾ ഇപ്പൊ ഈ കോലം കയറുന്നതൊക്കെ കാണാം. പിന്നെ ഇവിടത്തെ ഭഗവതിനെ കടലായിലെ അമ്മയായും വിഷഹാരിണിയായിട്ടാണ് കാണും. പിന്നെ നമ്മുടെ ആറാട്ടുപുഴ പൂരം അവിടെ മന്ദാരം കടവില് ആറാട്ടിന് മുഹൂർത്തം നോക്കിയിട്ട് മുങ്ങുന്ന ഒരു ഭഗവതിയിലെ പിഷാരിക്കൽ ഭഗവതിയാണ്. പിന്നെ നമ്മുടെ ഊരകത്തമ്മത്തിലൂടെ ആ ഭഗവതി ചേച്ചി എന്നുള്ള ഈ സങ്കല്പം കൂടി ഉണ്ട്. ഇതൊക്കെ എന്റെ അമ്മയും അമ്മാമ്മയും പറഞ്ഞെന്ന അറിവുകൾ. കുറെ പേർക്ക് ഞാൻ ഇത് പറയുമ്പോ എന്തൊക്കെ ഇവൻ പറയണേന്ന്. എന്നാ ആറാട്ടുപുഴം പെരുവനം പൂരത്തെ പറ്റി അറിയുന്നവർ ഇത് പറയും. ആറാട്ടുപുഴ പെരുവനം പൂരം 2 പൂരങ്ങളിൽ ഒതുങ്ങുന്നതല്ല. അതിനനുബന്ധിച്ച് ഒരുപാട് ഘടകപൂരങ്ങൾ നടക്കുന്നു. എന്നാ പറഞ്ഞു പോവാനാണെങ്കിൽ ഒരുപാട് കഥയുണ്ട്. ഇനി അധികം നാളില്ലല്ലോ, 1.5 ആഴ്ച കൊണ്ട് എല്ലാ പൂരങ്ങളും അവസാനം. അല്ലെങ്കിൽ ഈ പൂരത്തിനൊക്കെ കിടന്ന് നടക്കാന്ന് പറഞ്ഞു രസം. ഈ രാത്രി സമയം ഒന്നും നോക്കാണ്ട് ഇങ്ങനെ നിന്ന് മേളം കേൾക്കുന്നത് നമ്മുടെ തൃശ്ശൂർക്കാട് ഒരു പ്രാന്തം തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ വരി നമുക്ക് കഞ്ഞി കുടി. ബാക്കിലേക്കുള്ള വരി നിങ്ങൾ കണ്ട. എല്ലാവരും ഇവിടുത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടി എത്തിക്കാം. അമ്മാമ്മയുടെ ടീം ഫെസ്റ്റ് വന്ന് നിൽക്കാം. ഇതിന്റെ ഇടയിൽ ഒരു ഫോട്ടോഷൂട്ട് കണ്ടു. ആൾക്കാണെങ്കിൽ എവിടെ നിൽക്കണ്ടേ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ലാസ്റ്റ് ആളെ ഓടി പോവുകയും ചെയ്തു. ഫെസ്റ്റ് എന്നുണ്ടെങ്കിൽ നമ്മള് വേഗം കയറിപ്പോയത്. ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ കഞ്ഞി കുടിക്കണം. അപ്പോഴാണ് അമ്മാമ്മ അടുത്ത സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ നീ കുറെ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അധികം കറികളൊന്നും ഇല്ല. എടാ കറികൾ വേണമെന്നില്ല. എന്നാലും ഇങ്ങനെ അമ്പലത്തിൽ വന്ന് ഈ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് മോനെ. വീട്ടിലെ മാതിരി പപ്പടത്തിൽ ലൈറ്റ് ആയിട്ട് വന്നെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് കഴിച്ചപ്പോ സ്വർഗം. ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. കാരണം പൂരങ്ങളൊക്കെയാണ് വേണത്. ഒന്നും മിസ് ചെയ്യണ്ട. ബൈ ഫ്രം ഞാൻ തന്നെ.